നമസ്തേ. കേരളത്തിന്റെ ആത്മീയ ഹൃദയമിടിപ്പെന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ രാമരാമ പാഹിമ കേരളത്തിന്റെ ഹൃദയനാഥം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന രാമഭക്ത സംഗമത്തിന്റെയും ദേശീയ സെമിനാറിന്റെയും ഭാഗമായി പുറത്തിറങ്ങിയ തീം സോങ് ശ്രദ്ധ നേടുന്നു. ഭക്തിയും ഭാരതീയ സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന ഈ സംഗീതാവിഷ്കാരം പരിപാടിയോടുള്ള ജനകീയ ആകാംക്ഷയെ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. രാമഭക്ത സംഗമത്തിനും ദേശീയ സെമിനാറിനും ആവേശം പകർന്നിരിക്കുകയാണ് ഈ ഭക്തിനാഥം. ചന്ദ്ര പാഹിമാ കേരളത്തിൻ ഹൃദയ താളമുണരുകയായി. ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം. ഗുരുഭവനപുരിയിൽ രാമമന്ത്രമൊഴുകുകയായി. രാമകോദണ്ഡമുയരുകയായി. ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം. രാമ രാമ പാഹിമാ, രാമ രാമ പാഹിമാ. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂരും സംയുക്തമായാണ് രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും സംഘടിപ്പിക്കുന്നത്. മെയ് 15 മുതൽ 17 വരെ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ത്രിദിന പരിപാടിയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആത്മീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എത്തിച്ചേരും. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന തീം സോങ് ഭക്തിസാന്ദ്രമായ വരികളാൽ ഹൃദയസ്പർശിയായ സംഗീതത്താലും ഏറെ ശ്രദ്ധ നേടുകയാണ്. മൗനയോഗി ഡോക്ടർ ഹരിനാരായണൻ സ്വാമിയാണ് ഗാനത്തിന്റെ വരികൾ രചിച്ചിരിക്കുന്നത്. ശ്രീരാമ ഭക്തിയുടെ ആത്മീയതയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചേർത്തിണക്കിയാണ് ഗാനരചന. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബിജീഷ് മണിയാണ്. ഭക്തിഗാനത്തിന്റെ പാരമ്പര്യഭാവം ആധുനിക സംഗീത സംവിധാനത്തിന്റെ മാധുര്യം ചേർത്താണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിൽ നടന്ന തീം സോങ് റിലീസ് ചടങ്ങ് ശ്രദ്ധേയമായി. ചടങ്ങിൽ പ്രമുഖ പണ്ഡിതരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ചടങ്ങിൽ ഡോക്ടർ അംബാശങ്കർ വാജ്പേയി, ഡോക്ടർ വൈഭവ് ത്രിപാഠി എന്നിവർ സാന്നിധ്യം അറിയിച്ചു. കൂടാതെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. രാമരാമ പാഹിമാം എന്ന സന്ദേശം ഒരു മതപരമായ ആഹ്വാനം മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാംസ്കാരിക ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ ആത്മീയ പ്രഭാഷണങ്ങൾ, ദേശീയ സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, ഭക്തിഗാനാവതരണങ്ങൾ, സംവാദങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, സാമൂഹിക പ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർ പങ്കെടുക്കുന്ന ദേശീയ സെമിനാറിൽ ഭാരതീയ ചിന്താധാര, രാമായണ സംസ്കാരം, സാമൂഹിക ഐക്യം, കുടുംബ മൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. യുവതലമുറയ്ക്ക് ആത്മീയ മൂല്യങ്ങൾ പകർന്നു നൽകുകയും ഭാരതീയ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഗുരുവായൂരിന്റെ ആത്മീയ മണ്ണിൽ അരങ്ങേറുന്ന ഈ മഹാസംഗമം സംസ്ഥാനത്തിന്റെ സാംസ്കാരിക കലണ്ടറിലെ പ്രധാന സംഭവങ്ങളിലൊന്നായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങളും സംഘാടകരും. തീം സോങ് പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിലും ഭക്തവൃത്തങ്ങളിലുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും സമന്വയമായി മാറുന്ന രാമരാമ പാഹിമാം രാമഭക്ത സംഗമം കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമാകുമെന്നാണ് വിലയിരുത്തൽ.